എസെക്കിയേൽ അധ്യായം 48. ഗോത്രങ്ങളുടെ പേരുകൾ ഇവയാണ്. വടക്കേ അതിർത്തിയിൽ ആരംഭിച്ച് കടൽ മുതൽ ഹെത്ലോൻ വഴി ഹമാത്തിൻ്റെ കവാടം വരെയും, ഹമാത്തിന് നേരെ ദമാസ്കസിൻ്റെ വടക്കേ അതിർത്തിയിലുള്ള ഹസാറേനാൻ വരെയും, കിഴക്ക് പടിഞ്ഞാറ് വ്യാപിച്ചു കിടക്കുന്ന ദാനാണ് ഒരു ഭാഗം. അതിനോട് ചേർന്ന് കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ ആഷേറിൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് നഫ്താലിയുടേത്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ മനാസയുടെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് എഫ്രായിമിൻ്റെ അവകാശം. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ റൂബൻ്റെ ഓഹരിയാണ്. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ യൂദായുടെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ 25,000 മുഴം വീതിയിലും ഒരു ഗോത്രത്തിൻ്റെ ഓഹരിയുടേതിന് തുല്യമായ നീളത്തിലും കിഴക്ക് പടിഞ്ഞാറായി നിങ്ങൾ നീക്കിവയ്ക്കുന്ന ഒരു ഭാഗം, അതിന് മധ്യേയായിരിക്കും വിശുദ്ധ മന്ദിരം. കർത്താവിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുന്ന സ്ഥലത്തിൻ്റെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവുമായിരിക്കണം. വിശുദ്ധ ഓഹരിയായി നീക്കിവെക്കേണ്ടത് ഇവയാണ്: വടക്ക് 25,000 മുഴം നീളവും, പടിഞ്ഞാറ് 10,000 മുഴം വീതിയും, കിഴക്ക് 10,000 മുഴം വീതിയും, തെക്ക് 25,000 മുഴം നീളവുമുള്ള ഒരു ഭാഗം പുരോഹിതന്മാർക്കായി നീക്കിവെക്കണം. അതിൻ്റെ മധ്യത്തിലായിരിക്കണം കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരം. ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതരായ ഇസ്രായേൽ വംശവും ലേവ്യരും വഴിതെറ്റിയപ്പോൾ അവരോടൊപ്പം മാർഗഭ്രംശം സംഭവിക്കാതെ എൻ്റെ ആലയത്തിൻ്റെ ചുമതല വഹിച്ച അഭിഷിക്ത പുരോഹിതനായ സാദോക്കിൻ്റെ പുത്രന്മാർക്കുള്ളതാണ് ഇത്. ലേവ്യരുടെ അതിർത്തിയോട് ചേർന്ന് വിശുദ്ധ ഓഹരിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത അതിവിശുദ്ധമായ ഓഹരിയാണ് അവരുടേത്. പുരോഹിതന്മാരുടേതിനോട് ചേർന്ന് 25,000 മുഴം നീളത്തിലും 10,000 മുഴം വീതിയിലും ഒരു ഓഹരി ലേവ്യർക്കുണ്ടായിരിക്കണം. ആകെ നീളം 25,000 മുഴവും വീതി 10,000 മുഴവും. അവർ അത് വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയോ അരുത്. ദേശത്തിൻ്റെ ഈ വിശിഷ്ട ഭാഗം അവർ അന്യാധീനപ്പെടുത്തി കളയരുത്. എന്തെന്നാൽ അത് കർത്താവിന് വിശുദ്ധമാണ്. ശേഷിച്ച 5,000 മുഴം വീതിയും 25,000 മുഴം നീളവുമുള്ള ഭാഗം പട്ടണത്തിലെ സാധാരണ ആവശ്യത്തിനും താമസത്തിനും പ്രാന്തപ്രദേശത്തിനും വേണ്ടിയാണ്. നഗരം അതിൻ്റെ മധ്യത്തിലായിരിക്കണം. അതിൻ്റെ അളവുകൾ ഇതായിരിക്കണം: വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 4,500 മുഴം വീതം. നഗരത്തിനൊരു തുറസായ സ്ഥലമുണ്ടായിരിക്കണം. വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും 250 മുഴം വീതം. വിശുദ്ധ ഓഹരിയുടെ അരികു ചേർന്ന് മിച്ചമുള്ളത് കിഴക്കും പടിഞ്ഞാറും 10,000 മുഴം വീതമായിരിക്കണം. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ നഗരത്തിലെ ജോലിക്കാർക്ക് ഭക്ഷണത്തിനുള്ളതാണ്. ഇസ്രായേലിലെ എല്ലാ ഗോത്രത്തിലും പെട്ട നഗരത്തിലെ കൃഷിക്കാർ അതിൽ കൃഷി ചെയ്യണം. നിങ്ങൾ നീക്കിവെക്കുന്ന മുഴുവൻ ഭാഗവും, വിശുദ്ധ ഓഹരിയും നഗരസ്വത്തും കൂടി 25,000 മുഴത്തിൽ സമചതുരമായിരിക്കണം. വിശുദ്ധ ഓഹരിക്കും നഗരസ്വത്തിനും ഇരുവശത്തും ശേഷിക്കുന്ന ഭാഗം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയുടെ 25,000 മുഴം സ്ഥലത്ത് നിന്ന് കിഴക്കേ അതിരുവരെയും പടിഞ്ഞാറേ അതിരുവരെയും ഗോത്രങ്ങളുടെ ഓഹരികൾക്ക് സമാന്തരമായി വ്യാപിച്ചു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതാണ്. വിശുദ്ധ ഓഹരിയും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും അതിൻ്റെ നടുക്കായിരിക്കണം. നഗരത്തിൻ്റെയും ലേവ്യരുടെയും സ്വത്തുക്കൾ രാജാവിൻ്റെ ഓഹരിയുടെ മധ്യത്തിലായിരിക്കണം. രാജാവിൻ്റെ ഓഹരി യൂദായുടെയും ബെഞ്ചമിൻ്റെയും അതിരുകൾക്കിടയിലും, ബാക്കിയുള്ള ഗോത്രങ്ങളുടെ ഓഹരി കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ബെഞ്ചമിൻ്റെ ഭാഗം, അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെയാണ് ശിമെയോൻ്റെ ഓഹരി.
അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഇസ്സാക്കറിൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ സെബുലൂൻ്റെ ഓഹരി. അതിനോട് ചേർന്ന് കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ ഗാദിൻ്റെ ഓഹരി. ഗാദിൻ്റെ അതിരിനോട് ചേർന്ന് തെക്കോട്ട് താമാർ മുതൽ മെറിബത്ത് കാദേശ് ജലാശയം വരെയും അവിടെ നിന്ന് ഈജിപ്ത് തോട് വഴി മഹാസമുദ്രം വരെയുമാണ് തെക്കേ അതിർത്തി. ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഇടയിൽ പൈതൃകാവകാശമായി നിങ്ങൾ വിഭജിച്ചെടുക്കേണ്ട ദേശം ഇതാണ്. ഇവയാണ് അവരുടെ ഓഹരികൾ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. പട്ടണത്തിൻ്റെ പുറത്തേക്കുള്ള കവാടങ്ങൾ. 4500 മുഴം നീളമുള്ള വടക്ക് വശത്ത് 3 കവാടങ്ങൾ. റൂബൻ്റെയും യൂദായുടെയും ലേവിയുടെയും ഓരോന്ന്. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേരിലാണ് കവാടങ്ങൾ അറിയപ്പെടുക. 4500 മുഴം നീളമുള്ള കിഴക്ക് വശത്ത് 3 കവാടങ്ങൾ. ജോസഫിൻ്റെയും ബെഞ്ചമിൻ്റെയും ദാനിൻ്റെയും. 4500 മുഴം നീളമുള്ള തെക്ക് വശത്ത് 3 കവാടങ്ങൾ. ശിമെയോൻ്റെയും ഇസ്സാക്കറിൻ്റെയും സെബുലൂൻ്റെയും. 4500 മുഴം നീളമുള്ള പടിഞ്ഞാറ് വശത്ത് 3 കവാടങ്ങൾ. ഗാദിൻ്റെയും ആഷേറിൻ്റെയും നഫ്താലിയുടെയും. നഗരത്തിൻ്റെ ചുറ്റളവ് 18,000 മുഴമായിരിക്കണം. ഇനിമേൽ നഗരത്തിൻ്റെ പേര് യാഹ്വേ ഷാമ എന്നായിരിക്കും. Chapter 48. This is the list of the tribes: Dan at the northern extremity adjoining Hamath, all along from the approaches to Hethlon through Lebo of Hamath to Hazar Enon, on the northerly border with Damascus, with his possession reaching from the eastern to the western boundary. Asher, on the frontier of Dan from the eastern to the western boundary. Naphtali, on the frontier of Asher from the eastern to the western boundary. Manasseh, on the frontier of Naphtali, from the eastern to the western boundary. Ephraim, on the frontier of Manasseh, from the eastern to the western boundary. Reuben, on the frontier of Ephraim, from the eastern to the western boundary. Judah, on the frontier of Reuben, from the eastern to the western boundary. On the frontier of Judah, from the eastern to the western boundary, there shall be the tract which you shall set apart, 25,000 cubits from north to south, and as wide as one of the tribal portions from the eastern to the western boundary. In the center of the tract shall be the sanctuary. The tract that you set aside for the Lord shall be 25,000 cubits across by 20,000 north and south. In this sacred tract the priests shall have 25,000 cubits on the north, 10,000 on the west, 10,000 on the east, and 25,000 on the south. And the sanctuary of the Lord shall be in its center. The consecrated priests, the Zadokites, who fulfilled my service and did not stray along with the Israelites, as the Levites did, shall have within this tract of land their own most sacred domain next to the territory of the Levites. The Levites shall have a territory corresponding to that of the priests, 25,000 cubits by 10,000. The whole tract shall be 25,000 cubits across and 20,000 north and south. They may not sell or exchange or alienate this, the best part of the land, for it is sacred to the Lord. The remaining 5,000 cubits along the 25,000 cubit line are profane land, assigned to the city for dwellings and pasture. The city shall be at their center. These are the dimensions of the city: the north side 4,500 cubits, the south side 4,500 cubits, the east side 4,500 cubits, and the west side 4,500 cubits. The pasture lands of the city shall extend north 250 cubits, south 250 cubits, east 250 cubits, and west 250 cubits. There shall remain an area along the sacred tract, 10,000 cubits to the east and 10,000 to the west, whose produce shall provide food for the workers of the city. The workers in the city shall be taken from all the tribes of Israel. The entire tract shall be 25,000 by 25,000 cubits. As a perfect square you shall set apart the sacred tract together with the city property.
The remainder shall belong to the prince, the land on both sides of the sacred tract and the city property, extending along the 25,000 cubit line eastward to the eastern boundary, and westward along the 25,000 cubit line to the western boundary, a territory parallel with the tribal portions for the prince. The sacred tract and the sanctuary of the temple shall be in the middle. Thus, except for the property of the Levites and the city property, which lie in the midst of the prince's property, the territory between the portions of Judah and of Benjamin shall belong to the prince. These are the remaining tribes: Benjamin from the eastern to the western boundary, Simeon on the frontier of Benjamin from the eastern to the western boundary, Issachar on the frontier of Simeon from the eastern to the western boundary, Zebulun on the frontier of Issachar from the eastern to the western boundary, Gad on the frontier of Zebulun from the eastern to the western boundary. Along the frontier of Gad shall be the southern boundary, which shall extend from Tamar to the waters of Meribath Kadesh, and from there to the Wadi of Egypt, and on to the great sea. Such is the land which you shall apportion as inheritances among the tribes of Israel, and these are their portions, says the Lord God. These are the exits of the city, the gates of which are named after the tribes of Israel. On the north side, measuring 4,500 cubits, there shall be 3 gates, the gate of Reuben, the gate of Judah, and the gate of Levi. On the east side, measuring 4,500 cubits, there shall be 3 gates, the gate of Joseph, the gate of Benjamin, and the gate of Dan. On the south side, measuring 4,500 cubits, there shall be 3 gates, the gate of Simeon, the gate of Issachar, and the gate of Zebulun. On the west side, measuring 4,500 cubits, there shall be 3 gates, the gate of Gad, the gate of Asher, and the gate of Naphtali. The perimeter of the city is 18,000 cubits. The name of the city shall henceforth be, The Lord is Here.